ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് പൈങ്കിളി എന്ന സിനിമയാണ് കണ്ടത്. ശ്രീജിത്ത് ബാബു ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജിത്തു മാധവനാണ് സിനിമയ്ക്ക് വേണ്ടി തിരക്കഥയും സംഭാഷണവും കഥയും ഒരുക്കിയിരിക്കുന്നത്. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടീസർ ട്രെയിലർ ഒക്കെ വന്ന സമയം തൊട്ട് തന്നെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സജിൻ ഗോപുവിൻ്റെ ഒരു ക്യാരക്ടറിനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ, പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്ന് പറയുന്നൊരു സാധനം, ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഈ ഒരു സിനിമ കാണണമെന്നുള്ളൊരു തീരുമാനം ഭയങ്കരമായിട്ടുണ്ടായി. അങ്ങനെ തന്നെ സിനിമ കണ്ടു. ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പൈങ്കിളി എന്ന് പറയുന്ന ഈ സിനിമയിലെ സജിൻ ഗോപുവിൻ്റെ ഒരു ക്യാരക്ടർ, ഇതിൻ്റെ ഒരു വൺ മാൻ ഷോയാണ് ഈ പടം. ശരിക്കും പറഞ്ഞാൽ സജിൻ ഗോപു എന്ന് പറയുന്നൊരു നടന് അഴിഞ്ഞടി 6 അടി നടക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഗംഭീര ചാൻസാണ് ഈ സിനിമയ്ക്കകത്ത്. അത് പുള്ളിക്കാരൻ തകർത്തടുക്കിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. കാരണം അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് ആ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. അമ്പാൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ ചെയ്യുമ്പോഴത്തേക്ക് സജിൻ ഗോപുവിനുണ്ടായിരുന്നൊരു ഫിസിക്കല്ല ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് പുള്ളിക്കുള്ളത്. അതുപോലെ തന്നെ പൊന്മാനകത്ത് കാണുന്ന മരിയാനോട് ഒരു ഫിസിക്കല്ല, ഒരു അപ്പിയറൻസ് അല്ല ഈ സിനിമയിലേക്ക് വരുമ്പോൾ. ടോട്ടലി ഒരു ക്യാരക്ടർ ഓറിയൻറ്റഡ് ആയിട്ട് മാറുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നടനെയാണ് എനിക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ സുഖു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പുള്ളി അറിഞ്ഞ് കണ്ട് തകർത്തടുക്കി വെച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും ആളെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയൊരു കുറച്ചിലായിട്ട് ഫീൽ ചെയ്യും. കാരണം ഒരാൾക്ക് അഭിനയിക്കാൻ കിട്ടുന്ന ഒരു ഏരിയ, പ്രസൻറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഏരിയയെ തകർത്തെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അങ്ങനെ ഒരു കാലിബർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു കാര്യത്തിൽ സജിൻ എന്ന് പറയുന്ന നടൻ ഗംഭീര പ്രസൻറ്റേഷനായിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ സിനിമയിൽ വന്ന ഓരോ ക്യാരക്ടേഴ്സും, ഇപ്പോൾ ചന്തു ആണെങ്കിലും, നമ്മുടെ ചന്തു സലീം കുമാർ ആണെങ്കിലും, അതുപോലെ തന്നെ റോഷൻ്റെ ക്യാരക്ടറാണെങ്കിലും ജിസ്മയുടെ ക്യാരക്ടറാണെങ്കിലും ഒക്കെ ഗംഭീര പ്രസൻറ്റേഷനും പെർഫോമൻസും ആയിരുന്നു. കാരണം ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോ ആക്ടേഴ്സും അവരവരുടെ ക്യാരക്ടർ എന്താണെന്ന് അറിഞ്ഞ് കണ്ട് ചെയ്യാനായിട്ടുള്ള സ്പേസ് അവർക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് റോഷൻ്റെ ഒരു ക്യാരക്ടറും ചന്തുവിൻ്റെ ക്യാരക്ടറുമാണ് എപ്പോഴും നമ്മുടെ സജിൻ ഗോപുവിൻ്റെ ക്യാരക്ടറിൻ്റെ കൂടെ ഉള്ളത്. ഇവരുടെ ഒരു കെമിസ്ട്രി ഭയങ്കര രസമായിട്ട് വർക്കൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിന് ശേഷമുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ടായിരുന്നു അവരുടെ ഒരു കോംബോ വർക്കായത്. റോഷനും സജിൻ ഗോപുവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് വർക്കായി. അത് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ജിസ്മയുടെ ക്യാരക്ടർ സൂപ്പറായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട് കേട്ടോ. കിട്ടിയ ഒരു ക്യാരക്ടർ, ആ ഇമോഷൻ അറിഞ്ഞ് കളിച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. റോഷനും അതുപോലെ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ കാമ്പെന്ന് പറയുന്നത് ജിത്തു മാധവൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. അറിഞ്ഞ് കണ്ട് പൊളിച്ചൊരു എഴുത്താണ് എഴുതി വെച്ചിരിക്കുന്നത്. ടോട്ടലി നമ്മൾ കണ്ടിട്ടുള്ള പല ക്യാരക്ടേഴ്സിൻ്റെയും ഒരു സംഭവങ്ങൾ ഇതിനകത്ത് അഡാപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ക്യാരക്ടറിനെ വേറൊരു തരത്തിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ സജിൻ ഗോപു കാണിച്ചൊരു മൈൻഡ്, സജിൻ ഗോപു പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതി, ഇത് രണ്ടും പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ശ്രീജിത്ത് ബാബുവിൻ്റെ ഡിറക്ഷൻ ഗംഭീരമാണ്. അതുപോലെ തന്നെ അബു സലീമിൻ്റെ ഒരു ക്യാരക്ടർ ഒന്നും പറയാനില്ല. പുള്ളിക്കാരൻ്റെ ചില നേരത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ക്ലൈമാക്സിനോട് അടുപ്പിച്ചൊക്കെ വരുന്ന ഐറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സജിൻ ഗോപുവിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു ലേഡി ഉണ്ട്, പുള്ളിക്കാരി കിടിലം പെർഫോമൻസാണ്, അടിപൊളി ഐറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഒരു താളത്തിൽ ഇങ്ങനെ കൊണ്ടുപോകും. ഒരു കൊണ്ടുപോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു നാട്ടിൻപുറം സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യൻ, അയാളുടെ ജീവിതത്തിലേക്ക് അയാൾ കണ്ടുമുട്ടുന്ന കുറേ കഥാപാത്രങ്ങളും കുറേ മനുഷ്യരും, അയാളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുന്ന കുറേ ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഒക്കെ അയാളുടെ ജീവിതത്തിനെ പലതരത്തിലാണ് ബാധിച്ചിരിക്കുന്നത്. ആ ബാധിച്ചിരിക്കുന്നതിനകത്ത് നിന്ന് അയാൾക്ക് പുറത്തേക്ക് വരാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി ഭയങ്കര രസമാണ്. അത്രയും നൈസായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ, ഭയങ്കര രസമായിട്ടൊരു നാട്ടിൻപുറത്തുള്ളൊരു സാധാരണ വീട്ടിനകത്ത് നിന്നും കൊണ്ട് ഇത്രയും നൈസായിട്ട് കഥ പറയാൻ കാണിച്ചിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് ഭയങ്കര കൂളായിട്ട് ഫീൽ ചെയ്യും നമുക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്ത് കണ്ടിട്ടുള്ള ചില ആൾക്കാർ, സാധാരണക്കാരനായിട്ടുള്ള കുറേ മനുഷ്യരുണ്ട്. കാരണം അവർക്ക് ഈ ടെക്നോളജി വളർന്നാലും എന്ത് വളർന്നാലും അവരുടെ ഉള്ളിൽ അവർ സാധാരണക്കാരനായിട്ട് തന്നെ തുടരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു ഡെപ്തിനകത്ത് നിന്നും കൊണ്ട് അവരുടെ ലൈഫിലേക്ക് പല ആൾക്കാരും കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിനെ നാച്ചുറലായിട്ടുള്ള കുറേ കോമഡികളിലൂടെ പ്രസൻറ്റ് ചെയ്ത് ആ പ്രസൻറ്റേഷനകത്ത് ഭയങ്കര രസമായിട്ട് കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നൊരു കഥാപശ്ചാത്തലമാണ്. അനശ്വരയുടെ ക്യാരക്ടർ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലയിടത്തൊക്കെ പുള്ളിക്കാരുടെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എത്താതെ പോയി എന്ന് വേണം പറയാൻ.
അത് ഒരു നെഗറ്റീവ് അല്ല, പുള്ളിക്കാരി ചെയ്യാൻ പറ്റുന്നതിനെ മാക്സിമം ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ പുള്ളിക്കാരി ഉർവശി ചേച്ചിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചതുപോലെ എനിക്കൊരു ഫീല് തോന്നി. പക്ഷേ അതത്ര ഒരു രസകരമായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം അനശ്വരയുടെ ഒരു കാലിബർ അത്രയും ഒരു ലെവലിലേക്ക് ചിലയിടങ്ങളിൽ എത്തിയില്ല എന്ന് തന്നെ എനിക്കങ്ങനെയാണ് തോന്നിയത്. ബട്ട് എന്നിരുന്നാൽ പോലും ടോട്ടലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമയ്ക്ക് ഒരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ ഭയങ്കര രസമാണ്. അത് തുടക്കം തൊട്ട് ഒടുക്കം വരെയും എവിടെയും കുറയാതെ ഒരിടത്തും താന്നു പോകാതെ അടിപൊളിയായിട്ട് മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയില്ല, അതും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അടിപൊളിയാണ്. കാര്യം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിങ്ങനെ കിടന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഓഡിയൻസിന് കിട്ടുന്നൊരു കിക്ക് ഉണ്ട്. അത് നൈസായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ല തിയേറ്ററിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ കുറേ ഏരിയാസൊക്കെ ഭയങ്കര രസമാണ്. ആ ഫണ്ടിനനുസരിച്ചുള്ള ഒരു സാധനം ആ മീറ്റർ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു ഫുൾ ടൈം നമുക്ക് കാണാൻ പറ്റുന്ന സാധാരണകരമായിട്ടുള്ള കോമഡികൾ, അതായത് നാച്ചുറൽ കോമഡി, ഒരു ദ്വയാർത്ഥമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഗംഭീരമായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഇതിനകത്തെ പ്രസൻറ്റേഷൻ സ്റ്റൈല്, സജിൻ ബോബുവിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, കിടിലമാണ്. പുള്ളിക്കാരൻ ഇനിയും വേറെ ലെവലിലോട്ട് പോകും. സോ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു അടിപൊളി പടമാണ് കേട്ടോ. ശരിക്കും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിനിങ്ങനെ ഭയങ്കരമായിട്ട് കൊണ്ടുപോകും. തുടക്കത്തിലൊക്കെ ഞാൻ വിചാരിച്ചത് എങ്ങോട്ടാണ് പോണത്, പക്ഷെ പിന്നീട് അങ്ങോട്ട് പോ നമ്മളും അവരുടെ ഒപ്പമുള്ള ഒരു ക്യാരക്ടറായി മാറും. അത് ആക്ടറായിട്ടുള്ള ശ്രീജിത്ത് ബാബു ആണെങ്കിലും റൈറ്ററായിട്ടുള്ള ജിത്തു മാധവനാണെങ്കിലും എല്ലാവരും നന്നായിട്ട് പണിയെടുത്തൊരു വർക്കാണ്. സോ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗൊക്കെ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും